നമ്മൾ നേരത്തെ ഒരുപാട് പ്രോട്ടീൻ്റെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. ആസിറ്റീസിൻ്റെ ചെയ്തിട്ടുണ്ട്, നാക്രോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബിഗ് മസിലിന്റെ ഗോൾഡ് എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോസൈം പെർഫോമൻസ് വേ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ, അതുപോലെ തന്നെ ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ, ഇത് ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിന് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സും കാര്യങ്ങളും ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഒട്ടിലായിരിക്കുന്ന നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ടോപ്പിക്കിനകത്ത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ബയോസൈം പെർഫോമൻസ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസിൽ പ്ലേസിന്റെ പുതിയൊരു ഇൻവെൻഷൻ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഇവർ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് EAF എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇത് EAF എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന്, അതായത് 50% ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ 60% ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ BCAA അബ്സോർബ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ മസിൽ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2012 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിന്റെ മേളിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് 2022 ഏകദേശം 10 വർഷമായിട്ടുണ്ട്. അപ്പം 10 വർഷത്തിനുള്ളിൽ 10 ബില്യണോളം നല്ല പാക്കറ്റ്സ് വിൽക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. 10 മില്യൺ പാക്കറ്റ്സ് വിൽക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം കൂടുതൽ ആളുകൾ ഇത് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രാൻഡിന്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ബ്രാൻഡാണ്. ഇനി ഈ പറയുന്ന ഈ ഒരു മസിൽ ബ്ലേസിന്റെ അകത്ത് തന്നെയാണോ, ഈ ഒരു ബ്രാൻഡിൽ നിന്ന് തന്നെയാണോ ഈ പറയുന്ന പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ മേളിലായിട്ട് ഒരു കവറിങ് വരും. ഞാനത് പൊട്ടിച്ച് ഞാൻ ഇത് ഉപയോഗിച്ച് ഒരു 10 ദിവസത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മേളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കവറിങ് വരുന്നുണ്ട്. ആ കവറിങ്ങിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആ കൊടുത്തേക്കുന്ന നമ്പറിലോട്ട് നമ്മൾ SMS വഴി നമുക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്നിരുന്നാലും ഞാനിത് പർച്ചേസ് ചെയ്തത് നമ്മുടെ ഏലിയൻ ഹഗിന്റെ ന്യൂട്രീഷൻ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഏലിയൻ ഹഗ് സ്റ്റോറിന്റെ ഈ പറയുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെനുവിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഡയറക്റ്റ് നമ്മൾ ഈ പറയുന്ന മാർക്കറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ന്യൂട്രീഷണൽ കമ്പനിയുടെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇത് മാർക്കറ്റ് ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് ലൈഫ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ 2011 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാപ്പിയൻസ് ലാബ്സ് എന്ന് പറയുന്ന ഒരു ലാബിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിത് കവറിങ്ങിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് നമുക്കിത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ 50% ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള അബ്സോർപ്ഷൻ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ EAF എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ EAFന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് അബ്സോർപ്ഷൻ ഫോർമുല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എൻഹാൻസ്ഡ് അബ്സോർപ്ഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സോർബ് കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന BCAA അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവർ ഇതിനകത്തൂടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോട്ടീനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് തരത്തിലുള്ള പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. നമ്മുടെ ശരീരം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് നമുക്ക് ഈ പറയുന്ന പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ എന്ന് പറയുന്ന ഈ പറയുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന നമുക്ക് ഈ പറയുന്ന പ്രോട്ടീനൊക്കെ നമ്മൾ ചെന്ന് ചെയ്യുമ്പോഴത്തേനും അതിനെ സെപ്പറേറ്റ് ചെയ്ത് അമിനോആസിഡ് ആക്കിയിട്ട് ആ അമിനോആസിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന മസിൽ ബിൽഡിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ ഇവർ ഇതിനകത്ത് കൂടുതലായിട്ടും പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് എൻസൈംസിനെ പറ്റിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് പെട്ടെന്ന് അബ്സോർബ് ആവും, BCAA പെട്ടെന്ന് അബ്സോർബ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഏകദേശം പേറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി കൂടിയാണ് EAF എന്ന് പറയുന്ന ഈ സംഭവം. പേറ്റന്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, പേറ്റന്റ് പെൻഡിങ്ങിലാണ്, ഇതുവരെ പേറ്റന്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നിരുന്നാലും ബ്രാൻഡിങ്ങിനെ പറ്റി എനിക്ക് ഇത്രേ പറയാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആരാണ് മാർക്കറ്റ് ചെയ്തേക്കുന്നത്, ഈ കമ്പനി എത്ര വർഷം പഴക്കമുള്ള എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിനകത്ത് വരുമ്പോഴത്തേന് വേ കോൺസെൻട്രേറ്റ് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഇവർ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കൊക്കോ പൗഡർ വന്നിട്ടുണ്ട്. കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ ആണ്, അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസർ. അപ്പോൾ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തേക്കുന്ന INS 415 എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് സാന്തൻ ഗം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ INS 415 എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ട് വരെ നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് മാത്രമല്ല നമ്മുടെ കൊളസ്ട്രോളിന് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു സ്റ്റെബിലൈസറാണ് ഈ INS 415 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. INS 955 എന്ന് പറയുന്ന ഒരു സ്വീറ്റ്നർ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. INS 955 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സുക്രലോസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സുക്രലോസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഷുഗറിന് പകരമായിട്ട് ഷുഗറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യുന്നൊരു സംഭവമാണ്. യൂഷ്വലി സുക്രോസിനെ കഴിഞ്ഞും ഏകദേശം 1000 മടങ്ങ് 1000 മടങ്ങ് കൂടുതൽ മധുരം കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ സ്വീറ്റ്നർ INS 955 നമ്മുടെ ബോഡിക്ക് ഒരു പരിധി വരെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഏകദേശം ആ ഒരു പരിധി നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആന്റി കേക്കിംഗ് ഏജന്റ് INS
551 ആഡ് ചെയ്തിട്ടുണ്ട്. ആന്റി കേക്കിംഗ് ഏജന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലംസ്, നമുക്കറിയാം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ലംസ് ചെറിയ ചെറിയ ഈ ഇങ്ങനെ കട്ടി പിടിച്ച് കിടക്കാറില്ല, അതിനാണ് ലംസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആന്റി കേക്കിംഗ് ഏജന്റുകൾ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇതിന്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസിലോട്ട് പോകാം. അപ്പോൾ ന്യൂട്രീഷൻ ഇൻഫർമേഷൻസിലോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് തന്നെയാണ്. 70% പ്രോട്ടീൻ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഏകദേശം നിങ്ങൾ ഒരു സ്കൂപ്പ് എടുക്കുമ്പോൾ, അതായത് ഒരു സ്കൂപ്പിൻ്റെ അകത്ത് ഏകദേശം 36 ഗ്രാം ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് 25 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 grams ആണ്. അതുപോലെ തന്നെ ആഡഡ് ഷുഗർ 0 ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലൊന്നുമില്ല, 3 ഗ്രാം മാത്രമേ കാർബോഹൈഡ്രേറ്റ് വരുന്നുള്ളൂ. 25 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11.75 കിട്ടുന്നുണ്ട്. 11.75 ഗ്രാം എസെൻഷ്യൽ അമിനോ ആസിഡ് വരുന്നുണ്ട്. എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എസെൻഷ്യൽ അമിനോ ആസിഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സപ്ലിമെന്റ്സിനകത്തുനിന്നും അതുപോലെ തന്നെ ഫുഡിൻ്റെ അകത്തുനിന്നും മാത്രം നമുക്ക് എടുക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല എസെൻഷ്യൽ അമിനോ ആസിഡ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഈ പറഞ്ഞ സപ്ലിമെന്റ്സിൻ്റെ അകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. BCAA വന്നിട്ടുണ്ട്, ഏകദേശം 5.51 ഗ്രാം ആണ് വരുന്നത്. അപ്പോൾ BCAA എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് എന്ന് പറയുന്ന സംഭവമാണ് BCAA. റിക്കവറി ഫാസ്റ്റ് ആക്കുക, അതുപോലെ തന്നെ ഇഞ്ചുറി ഒന്നും ഉണ്ടാകാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് BCAA ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ BCAA പറഞ്ഞാൽ ലൂസിൻ ഐസോലൂസിൻ വാല്യൂ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ പറയുന്ന സംഭവം എത്ര ഗ്രാം ഉണ്ട്, BCAA എന്തോരം ഉണ്ട്, 5.51 ഗ്രാം ഉണ്ട്. പക്ഷേ ലൂസിൻ ഐസോലൂസിൻ വാല്യൂ ഇത് സെപ്പറേറ്റ് ചെയ്ത് എന്തോരം ഗ്രാം ഉണ്ടെന്നുള്ളത് ഇവർ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു അമിനോ ആസിഡിന്റെ ആ ഒരു സ്ട്രക്ചർ കൂടെ കൊടുക്കുകയാണ് വളരെ നല്ലതായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കോമൺ ആയിട്ട് ടോട്ടൽ വന്നേക്കുന്ന ഒരു വാല്യൂ മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ് ടോട്ടൽ എന്തോരം വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ കൊടുത്തില്ല. പിന്നെ ഗ്ലൂട്ടാമിക് ആസിഡ് വന്നിട്ടുണ്ട്. ഗ്ലൂട്ടാമിക് ആസിഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവറിക്ക് വേണ്ടി, മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. അത് 4.38 ഗ്രാം വന്നിട്ടുണ്ട്. ഗ്ലൂട്ടാമിക് ആസിഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എന്തിനാണ് കഴിക്കുന്നത് നിങ്ങൾ ചോദിക്കാനും, ആ ആക്ച്വലി ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ല, അതൊരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡ് ആണ് ഈ പറയുന്നത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. പിന്നെ എന്തിനാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോഴേ ഈ പറയുന്ന ഗ്ലൂട്ടാമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് ഓരോ മസിൽ പാർട്ടിനും റിക്കവറിയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ബൈസെപ്സിന് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നാളെ നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മസിൽ പാർട്ടിനാക്കി ചെയ്യുന്നത്. അപ്പോൾ ബൈസെപ്സിന് നമുക്ക് റിക്കവറിക്കുള്ള ടൈം വളരെ കുറവാണ്. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സപ്ലിമെന്റ്സ് വഴി ഈ പറയുന്ന ഗ്ലൂട്ടാമിക് ആസിഡും കാര്യങ്ങളെല്ലാം കഴിക്കുന്നത്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ മാത്രമായിട്ടുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ ഏതായാലും ഇതിനകത്ത് 4 ഗ്രാമോളം തന്നെ ഗ്ലൂട്ടാമിക് ആസിഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടേസ്റ്റും കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ കണ്ടോ, സാധാരണ യൂഷ്വൽ ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കൂപ്പ് വരുന്നത് നമ്മുടെ പ്രോട്ടീന്റെ അകത്തായിരിക്കും വരുന്നത്. പക്ഷേ ഇത് ഇവരൊരു ടെക്നോളജി ഉപയോഗിച്ച് മേളിൽ ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്കൂപ്പ് മിക്സ് ആകത്തില്ല, പ്രോട്ടീനുമായിട്ട് മിക്സ് ആകത്തില്ല. അത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ പറയുന്ന സ്കൂപ്പിന്റെ ഈ സംഭവം നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ മിക്സബിലിറ്റി അതെങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവർ ഇതിന്റെ പിറകിൽ തന്നെ എന്തോരം കഴിക്കണം എന്നുള്ളതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 200 ml വാട്ടറിൽ, അത് തണുത്ത വെള്ളമാണ് അത്ര നല്ലത്. ഞാൻ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. തണുത്ത വെള്ളത്തിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചിൽഡ് ആയിട്ടുള്ള വാട്ടർ അല്ല, സാധാരണ നോർമൽ തണുപ്പുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ ഒരു സ്കൂപ്പ്, അതായത് ഏകദേശം ഹീപ്പിംഗ് സ്കൂപ്പ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഹീപ്പിംഗ് സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഹീപ്പിംഗ് സ്കൂപ്പ് 36 ഗ്രാം ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിറച്ച് തന്നെ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഷേക്കറിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്പ്രിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, സമയത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മിക്സബിലിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ബോയ്സ്, നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഷേക്ക് അതിനകത്ത് കിട്ടുന്നത്. നല്ല തിക്നെസ് ഉണ്ട്. നമുക്ക് ഗോൾഡിൽ, നമുക്ക് ബിഗ് ബസലിൻ്റെയൊക്കെ ഗോൾഡ് വേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, ഇത്ര തിക്നെസ് ഒരിക്കലും വന്നിട്ടില്ല. അതുപോലെ തന്നെ പത എന്ന് പറഞ്ഞൊരു സംഭവം, ഫ്രോത്ത് എന്ന് പറയുന്ന സംഭവം ഇല്ലാതില്ല, വളരെ തിക്കായിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രോത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു ഷേക്കാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റ് ആണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറാണ് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേറെയും ഫ്ലേവറുകൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവർക്ക് ധാരാളം കേസർ ബദാം ടേസ്റ്റ്, അതുപോലെ തന്നെ മാംഗോ ഫ്ലേവർ, ഇതെല്ലാം അവൈലബിൾ ആണ്. വേറെ ഒരുപാടധികം ഫ്ലേവറുകൾ അവൈലബിൾ ആണ്. നോൺ ഫ്ലേവർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മസിൽ ബേസിൻ്റെ. അപ്പോൾ ഏതായാലും ടേസ്റ്റും അതുപോലെ തന്നെ മിക്സബിലിറ്റിയും പക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇതിനകത്ത് വന്നേക്കുന്ന സെർവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27 സെർവിങ് ആണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ ഏകദേശം 2200 റുപ്പീസാണ് ഇതിന്റെ ഏകദേശം വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2200 രൂപയാണ് വരുന്നത്. അതിൽ നമുക്ക് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 27 സെർവിങ് ആണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു സ്കൂപ്പിന് വരുന്ന പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 രൂപയാണ് വരുന്നത്. അപ്പോൾ ആ 80 രൂപയ്ക്ക് ഓർത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 രൂപയ്ക്ക് നമുക്ക് ഏകദേശം 25 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓർത്തിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഇതിന്റെ ലാബ് റിപ്പോർട്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ലാബ് റിപ്പോർട്ടിൻ്റെ അകത്ത് നിന്ന് ഏകദേശം 24 ഗ്രാമോളം തന്നെ പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഡ്രൈ ബേസിസിലാണ് ഈ പറയുന്ന പ്രോട്ടീൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഏകദേശം 24 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാബ് റിപ്പോർട്ടുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഈ പറയുന്ന ഇവർ തന്നേക്കുന്ന ഈ പ്രോട്ടീൻ കണ്ടന്റും ലാബ് റിപ്പോർട്ടും മാച്ച് ആവുന്നത് തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇവർ ബാക്ക് കൊടുത്തേക്കുന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 25 ഗ്രാം പ്രോട്ടീൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് ലാബ് റിപ്പോർട്ടുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഏകദേശം 25 ഗ്രാം പ്രോട്ടീൻ നമുക്ക് ഒരു സ്കൂപ്പിനകത്ത് കിട്ടുന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസും നമുക്ക് വലിയൊരു പ്രൈസ് വരുന്നില്ല, 2200 രൂപയാണ് വരുന്നത്. അതായത് ഏകദേശം ഒരു സ്കൂപ്പിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 81 രൂപയാണ് നമുക്ക് വരുന്നത്. അതും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സ്കൂപ്പ് മെക്കാനിസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂപ്പ് മിക്സ് ആകാത്ത രീതിയിൽ ഇതിന്റെ മേളിലൊരു മെക്കാനിസം ഇവർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നല്ല മിക്സബിലിറ്റി ഉള്ള, അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു ഷേക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഷേക്കിന്റെ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നമില്ല, ഫ്രോത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നില്ല. വളരെ നല്ലൊരു ഷേക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി. ഇനി നെഗറ്റീവ് ജസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സാധാരണ ഫിൽട്രേഷൻ മെത്തേഡ് സാധാരണ ഈ പറയുന്ന പ്രോട്ടീൻ ബ്രാൻഡുകൾക്കകത്ത് മെൻഷൻ ചെയ്യാറുണ്ട്. അതായത് എങ്ങനെയാണ് ഈ പറയുന്ന പ്രോട്ടീൻ ഫിൽട്രേഷൻ ചെയ്തെടുക്കുന്നത്. ഏറ്റവും നല്ല ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഒരു നല്ല ഒരു എന്താ പറയുക ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ഇല്ലാത്ത രീതിയിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫിൽട്രേഷൻ മെത്തേഡ് നമ്മുടെ മൈക്രോ ഫിൽട്രേഷൻ. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഏത് ഫിൽട്രേഷൻ വഴിയാണ് ഇത് ഈ പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയേക്കെന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അമിനോ ആസിഡ് മെൻഷൻ ചെയ്തേക്കുന്നത്, അമിനോ ആസിഡ് സെപ്പറേറ്റ് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ലൂസിൻ, ഐസോലൂസിൻ, വാലിൻ ഇതൊക്കെ ഏകദേശം എത്ര എമൗണ്ടിലാണ് വന്നേക്കുന്നതെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ഇത് പർച്ചേസ് ചെയ്യണം വേണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും മസിൽ ബ്ലേസ് തന്നെ വാങ്ങി ഉപയോഗിക്കണം എന്ന് നിങ്ങളുടെ അടുത്ത് പറയത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഇവർ ഈ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ്, ഇതിന്റെ പുറകെ കൊടുത്തേക്കുന്ന ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. അതുപോലെ തന്നെ 25 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നമുക്ക് ഒരു സ്കൂപ്പിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് നോർമലായിട്ട് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൗണ്ടിലുള്ള വെയിറ്റ് ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടീൻ കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് 50 കിലോ ഉള്ള ഒരാൾ ഏകദേശം 100 ഗ്രാമോളം പ്രോട്ടീൻ ഒരു ദിവസം കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും പ്രോട്ടീൻ ഒരു കാരണവശാലും നമുക്ക് ഫുഡിൻ്റെ അകത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്ലിമെന്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഡക്ട്സിനെ പറ്റിയുള്ള ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം മാറിക്കാണും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മസിൽ ബേസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിനെ പറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ സ്റ്റോറിലോട്ട് നേരെ വന്നാൽ മതി. നമ്മുടെ സ്റ്റോർ ഏലിയൻ ഹെൽത്ത് സ്റ്റോറാണ്, ഏലിയൻ ഹെൽത്തിൻ്റെ ന്യൂട്രീഷൻ സ്റ്റോറാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. വേ പ്രോട്ടീൻ മാത്രമല്ല, നമുക്ക് ക്രിയേറ്റീവ് മോണോഹൈഡ്രേറ്റ് അവൈലബിൾ ആണ്, എൽകാർണേറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ സപ്ലിമെന്റ്സും, നമുക്ക് ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലിമെന്റ്സും ജെന്യൂൻ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. പ്രോഡക്ട്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ഞാൻ കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.